നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജ് എങ്ങനെ ഒരു വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും ആകരുത് എന്നതിനുള്ള ഉദാഹരണമാണ്. മനുഷ്യത്വരഹിതമായ ക്യാമ്പസ്, അതിലും നെറുകെട്ട ഒരു വിദ്യാർത്ഥി സമൂഹം. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച, ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ച സ്വന്തം സുഹൃത്തിനെ നരാധമന്മാരായ SFIക്കാർ ക്രൂരമായി മർദ്ദിക്കുന്നത് നോക്കി നിൽക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തവർ. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇത്ര നീചമായി ഉപദ്രവിക്കാൻ സാധിക്കുക? ആ സംഭവം നടന്നിട്ടും ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പുറത്തറിയിക്കാതിരിക്കുക. കേരള മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥൻ നേരിട്ട നിഷ്ഠുര പീഡനം. പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റൽ, കോളേജിന് സമീപത്തുള്ള കുന്ന്, ഹോസ്റ്റലിന്റെ നടുമുറ്റം, ഡോർമെട്രി തുടങ്ങി 4 സ്ഥലങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് കോളേജിലെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാതെ നടത്തിയ ആൾക്കൂട്ട വിചാരണയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: ബെൽറ്റ് കൊണ്ട് ഒട്ടേറെ തവണ മർദ്ദിച്ചു, ചവിട്ടി താഴെയിട്ടു, ഡോർമെട്രിയിലെ കട്ടിലിരുന്നപ്പോൾ അവിടെ വെച്ചും മർദ്ദിച്ചു, മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചുണർത്തി. ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ മർദ്ദിക്കുന്നത് കാണിച്ചുകൊടുത്തു. സിദ്ധാർത്ഥന്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി അവരെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് അടുപ്പിച്ചു. മുറിയിലെ വെള്ളം തുടപ്പിക്കുകയും ചെയ്തു. പുറത്തു പറയരുതെന്ന് വിദ്യാർത്ഥികളെ അക്രമി സംഘം ഭീഷണിപ്പെടുത്തി. മൊഴിയെടുത്ത അധ്യാപകർ പോലും സംഭവം കേട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 12 പേരെ ഫെബ്രുവരി 23 കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇവരിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് അംഗവും ഉൾപ്പെടുന്നുണ്ട്. കോളേജ് യൂണിയൻ ഭാരവാഹികളും ഈ സംഘത്തിലുണ്ട്. കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവർ കേസിൽ പ്രതികളാണ്. സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൽ ഉൾപ്പെട്ട പ്രതികളുടെ രാഷ്ട്രീയം. ഒരു ക്യാമ്പസിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ തടയേണ്ടവർ തന്നെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. ഇന്ത്യയിൽ ആന്റി റാഗിംഗ് സംബന്ധിച്ച നിയമനിർമ്മാണങ്ങൾക്കിടയാക്കിയത് ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ അമൻ ഖെജ്രുവിന്റെ മരണമായിരുന്നു. ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോളേജായ തണ്ടയിലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിയായിരുന്നു 19-കാരനായ അമൻ സത്യഖെജ്രു. ക്രൂരമായ റാഗിംഗിന് വിധേയനായ അമൻ 2009 മാർച്ച് 8-നാണ് മരിച്ചത്. ഇതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശ് സർക്കാർ 2009-ൽ ഹിമാചൽ പ്രദേശ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റാഗിംഗ് നിരോധന നിയമം പാസാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എല്ലാത്തരം റാഗിംഗ് നിരോധിക്കുകയും 3 വർഷം തടവും 50,000 രൂപ പിഴയും വിധിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കേസ് കോളിളക്കം സൃഷ്ടിച്ചു. അമനിന്റെ പിതാവ് രാജേന്ദ്ര രാജ്യമെമ്പാടുമുള്ള റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖമായി പിൽക്കാലത്ത് മാറി. അദ്ദേഹം അമൻ എന്നൊരു സന്നദ്ധ സംഘടനയ്ക്കും രൂപം നൽകി. കേസിൽ സുപ്രീം കോടതിയും ശക്തമായി ഇടപെട്ടു. 2009 മുതൽ ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ രാജ്യത്ത് പ്രാവർത്തികമാക്കി. റാഗിംഗിനെതിരെ നിയമം കർശനമാക്കി. വിവിധ സംസ്ഥാനങ്ങളും ശക്തമായി നടപടിയെടുത്തു. കേരള കലാലയ ചരിത്രത്തിലും ഇതാദ്യമായല്ല റാഗിംഗ് മൂലം ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്നത്. 1981-ൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി ബാലകൃഷ്ണൻ റാഗിംഗ് സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തത് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവമാണ്. എന്നാൽ 4 പതിറ്റാണ്ടിനിപ്പുറം ബാലകൃഷ്ണനെ പോലെ തന്നെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് സിദ്ധാർത്ഥിനും. റാഗിംഗ് സംസ്കാരം കലാലയങ്ങളെ വീണ്ടും പിടിമുറുക്കുന്നതാണ് ഇതിന് കാരണം. അടിസ്ഥാനപരമായി സാഡിസ്റ്റ് മനോഭാവമുള്ളവരാണ് റാഗിംഗ് നടത്തുന്നത്. ആത്മവിശ്വാസം തീരെയില്ലാത്ത ഇത്തരം ആളുകൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നു. തങ്ങൾക്ക് ലഭിച്ച റാഗിംഗ് അതേപടി ജൂനിയേഴ്സിന് നൽകുന്ന സീനിയർ വിദ്യാർത്ഥികളുമുണ്ട്. തലമുറകളോളം ഈ പകയും വിദ്വേഷവും കൈമാറ്റപ്പെടുന്നു. ഈ ചങ്ങലയ്ക്ക് അറുതി വരുത്താൻ ആരും മുന്നിട്ടിറങ്ങുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. കേരളത്തിലെ കലാലയങ്ങളിലുള്ള ഇടിമുറികളും മറ്റും ഈ മാനസികാവസ്ഥ അടിവരയിടുന്നതാണ്. പലരും ആത്മഹത്യ ചെയ്യുന്നില്ലെങ്കിലും റാഗിംഗ് ഏൽപ്പിക്കുന്ന മാനസിക മുറിവുകൾ ആഴത്തിലുള്ളവയാണ്. കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. മലയാളികൾ തന്നെയാണ് അവിടെയും റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത്. റാഗിംഗ് നടത്തുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതെ നോക്കണം. സിദ്ധാർത്ഥ് റാഗിങ്ങിന്റെ അവസാനത്തെ രക്തസാക്ഷിയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്തയുടെ നിറം തേടി തനി നിറം.